വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ. നമസ്കാരം. ഒടുവിൽ ആ ചരിത്ര മുഹൂർത്തം കുറിക്കപ്പെട്ടു. പ്രതിപക്ഷ നിരയിൽ നിന്ന് മൂർച്ചയേറിയ ചോദ്യങ്ങളുമായി തിളങ്ങി നിന്ന വി.ഡി. സതീശൻ ഇനി കേരള സംസ്ഥാനത്തിന്റെ അമരക്കാരൻ. മുഖ്യമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ വാനോളം ഉയരുന്ന ജനപ്രതീക്ഷകൾ ഒരു വശത്ത്, എന്നാൽ അതിലും വലിയ വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഭരണ കസേരയിലിരുന്ന് അതിന് മറുപടി നൽകുക എന്നത് അത്ര എളുപ്പമല്ല. വി.ഡി. സതീശൻ എന്ന വ്യക്തി നേരിടാൻ പോകുന്ന ആ അഗ്നി പരീക്ഷകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. പിണറായി വിജയന്റെ കണിശവും കാർക്കശ്യവുമുള്ള പ്രവർത്തന ശൈലി, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രണ്ടാം ഭരണകാലത്ത് ഉയർന്നു വന്ന ചില വിവാദങ്ങളും ജനവികാരവും വി.ഡി. സതീശന് എക്കാലവും ഒരു വലിയ പാഠപുസ്തകമാണ്. ക്യാപ്റ്റൻ എന്ന ഇമേജിൽ നിന്ന് ജനവികാരം മാറിയത് എങ്ങനെയെന്ന് പഠിച്ചാൽ സതീശന് തന്റെ ഭരണം കൂടുതൽ ജനകീയമാക്കാൻ സാധിക്കും. ഭാവിയിൽ ജനവികാരം തനിക്കെതിരാകാതിരിക്കാൻ വി.ഡി. സതീശന് സ്വീകരിക്കാവുന്ന ചില പ്രധാന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പിണറായി വിജയന്റെ ഭരണകാലത്ത് എല്ലാ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, CM-ന്റെ ഓഫീസിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടുവെന്നും മന്ത്രിമാർക്ക് പോലും സ്വതന്ത്രമായി തീരുമാനമെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും വിമർശനമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ വി.ഡി. സതീശന് ചെയ്യാവുന്ന ഒരു മാറ്റം കൂട്ടായ നേതൃത്വത്തിന്, അതായത് കളക്റ്റീവ് ലീഡർഷിപ്പിന് പ്രാധാന്യം നൽകുക. ഓരോ വകുപ്പ് മന്ത്രിമാർക്കും ആവശ്യത്തിന് സ്വാതന്ത്ര്യവും ക്രെഡിറ്റും ഒക്കെ അനുവദിച്ചു കൊടുക്കുക. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മറ്റു പ്രമുഖ നേതാക്കളെ കൂട്ടി ഭൂരിഭാഗം തീരുമാനങ്ങളിലും പങ്കാളികളാക്കിയാൽ ഭരണത്തിൽ കൂടുതൽ ജനാധിപത്യ സ്വഭാവം വരും. ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും. മുൻ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് അകലം പാലിച്ചതും നെഗറ്റീവ് ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരുന്നതും, അതായത് ഉദാഹരണത്തിന് മാറി നിൽക്ക്, കടക്കുപുറത്ത്, അങ്ങ് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി തുടങ്ങിയ പരാമർശങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ അഹങ്കാരത്തിന്റെ പ്രതിച്ഛായ ഉണ്ടാക്കാൻ കാരണമായി. ഈ കാര്യത്തിൽ വി.ഡി. സതീശന് ചെയ്യാവുന്ന ഒരു മാറ്റം ഇതാണ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ മാധ്യമങ്ങളെ നിരന്തരം കണ്ട് വ്യക്തമായി കൃത്യമായ ഡാറ്റയോടെ മറുപടി പറയുന്ന ശൈലിയായിരുന്നു സതീശൻ്റേത്. മുഖ്യമന്ത്രിയാകുമ്പോഴും അത് തുടരണം. വിമർശനങ്ങളെ ശത്രുതയോടെ കാണാതെ കൃത്യമായ മറുപടി നൽകി തിരുത്താനുള്ള ആർജവം കാണിച്ചാൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് നന്നായി ബോധ്യപ്പെടും. അതിനുവേണ്ടി പരസ്യമൊന്നും ചെയ്യേണ്ട കാര്യവും ഇല്ല. പിണറായി വിജയന്റെ മറ്റൊരു പ്രശ്നം മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള അമിതമായ സുരക്ഷയാണ്. റോഡ് ബ്ലോക്ക് ചെയ്യൽ, കറുത്ത തുണിക്ക് പോലുമുള്ള വിലക്ക്, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ അതിക്രമങ്ങൾ എന്നിവ പൊതുജനങ്ങളെ കടുത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റുമാരും പോലും സ്വയം സൈക്കിൾ ചവിട്ടിയും പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോഴാണ് കേരളമെന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ നടന്നതെന്ന് ഓർക്കണം. ഇക്കാര്യങ്ങളിൽ വി.ഡി. സതീശന് വരുത്താവുന്ന മാറ്റം VIP സംസ്കാരവും ആർഭാട സുരക്ഷയും പരമാവധി കുറയ്ക്കുക. ഒരു സാധാരണക്കാരന് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എളുപ്പം എത്താൻ കഴിയുന്ന ആക്സസിബിലിറ്റി ഉറപ്പാക്കുക. പിണറായി വിജയന്റെ കാലത്ത് കോടികൾ ചെലവഴിച്ച് നടത്തിയ വലിയ PR വർക്കുകളും, ഉദാഹരണത്തിന് കേരളീയം, നവകേരള സദസ്സ് തുടങ്ങിയ ഖജനാവ് കാലിയാക്കിയ ആർഭാടങ്ങള് ജനങ്ങളിൽ വിയോജിപ്പുണ്ടാക്കി. വി.ഡി. സതീശന് ചെയ്യാവുന്ന മാറ്റം ഇമേജ് ബിൽഡിങ്ങിൽ പണം ചെലവഴിക്കുന്നതിന് പകരം താഴെത്തട്ടിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുക. സൈലൻ്റായിട്ട് ജോലി ചെയ്ത് റിസൾട്ട് കാണിക്കുന്ന ശൈലി ജനങ്ങൾക്കിടയിൽ ഉറപ്പായും കൂടുതൽ വിശ്വാസ്യത അദ്ദേഹത്തിന് നേടിക്കൊടുത്തേക്കും. PSC ഉദ്യോഗാർത്ഥികളുടെ സമരം, താൽക്കാലിക നിയമനങ്ങൾ, പിൻവാതിൽ നിയമന വിവാദങ്ങൾ എന്നിവ പിണറായി സർക്കാരിന് വലിയ തിരിച്ചടിയായിരുന്നു. സതീശന് ചെയ്യാവുന്ന ഒരു മാറ്റമുണ്ട്. PSC പരീക്ഷകളും നിയമനങ്ങളും പൂർണ്ണമായും സുതാര്യമാക്കണം. യൂണിവേഴ്സിറ്റികളിലെ രാഷ്ട്രീയ ഇടപെടലുകൾ അവസാനിപ്പിച്ച് മെറിറ്റിന് പ്രാധാന്യം നൽകണം. കേരളത്തിലെ യുവതലമുറയ്ക്ക് ഭാവിയെക്കുറിച്ചൊരു സുരക്ഷിതത്വ ബോധം നൽകാൻ സതീശന് കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി ആദ്യം ഒപ്പിടേണ്ടി വരിക ഒരുപക്ഷെ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫയലുകളിലാവും. ശമ്പളവും പെൻഷനും കൊടുക്കാൻ പോലും പാടുപെടുന്ന, കടമെടുപ്പ് പരിധി മുട്ടി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെ അദ്ദേഹം മുന്നോട്ട് നയിക്കുമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. മുടങ്ങിക്കിടക്കുന്ന പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുക എന്നതാണ് ആദ്യത്തെ കടമ്പ. അഴിമതിയില്ലാതെ നികുതി പിരിവ് കാര്യക്ഷമമാക്കുക എന്നതിലും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടി വരും. മുൻ സർക്കാർ തുടങ്ങിയ പദ്ധതികൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാനും കഴിയില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ പണവുമില്ല എന്ന അവസ്ഥയാണ് സതീശന്റെ മുമ്പിലുള്ളത്. രണ്ടാമത്തെ വലിയ പ്രശ്നം പുറത്തുനിന്നല്ല, അകത്തുനിന്ന് തന്നെയാണ്. പാളയത്തിലെ പട. കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ നിയന്ത്രിക്കുക എന്നത് ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുന്നത് പോലെ സങ്കീർണമാണ്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ശക്തരായ ഘടകകക്ഷികളെ പിണക്കാതെ കൊണ്ടുപോകണം. മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കുമ്പോഴും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ തൃപ്തിപ്പെടുത്തുമ്പോഴും ഗ്രൂപ്പിനപ്പുറം മെറിറ്റ് നോക്കി ഭരണം നടത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അതിനെ തെളിയിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ സതീശൻ എങ്ങനെയായിരിക്കും മറികടക്കുക? അദ്ദേഹത്തിന്റെ കരുത്ത് എന്താണ്? തീർച്ചയായും കരുത്തനാണ് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കണക്കുകൾ നിരത്തി സംസാരിച്ച ആളാണ് അദ്ദേഹം. അതേ കൃത്യത ഭരണത്തിലും കൊണ്ടുവന്ന്
അനാവശ്യ ചെലവുകൾ വെട്ടിച്ചുരുക്കണം. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പോരായ്മകൾ കാരണം ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശത്തേക്ക് പഠനാവശ്യത്തിനായി പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരം ഉയർത്തുക എന്നത് വി.ഡി. സതീശൻ നേരിടുന്ന പ്രധാന വെല്ലുവിളികളിൽ ഒന്നായിരിക്കും. ജനങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുക, സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചൊരു വൈറ്റ് പേപ്പർ, ധവളപത്രം ഇറക്കി കൃത്യമായ പ്ലാനോടെ മുന്നോട്ടു പോയാൽ ജനപിന്തുണ ഉറപ്പാക്കാം. പരിസ്ഥിതി വിഷയങ്ങളിൽ വ്യക്തമായ നിലപാടുള്ള നേതാവാണ് ശ്രീമാൻ വി.ഡി. സതീശൻ. ഉദാഹരണത്തിന് ഗാഡ്ഗിൽ റിപ്പോർട്ട് സംബന്ധിച്ച ചർച്ചകളിലും പ്രളയകാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ ഇടപെടലുകളും വെച്ച് നോക്കുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള പരിസ്ഥിതി സൗഹൃദ വികസന നയങ്ങൾ അദ്ദേഹത്തിൽ നിന്നും സാധാരണക്കാരായ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സർക്കാർ സർവീസുകളിലെ ചുവപ്പ് നാടകൾ ഒഴിവാക്കാൻ കൂടുതൽ ഡിജിറ്റലൈസേഷൻ അദ്ദേഹം കൊണ്ടുവന്നേക്കാം. അഴിമതി കുറയ്ക്കാൻ തീർച്ചയായും ഇത് സഹായിക്കും. ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന തൊഴിൽ മാറ്റങ്ങൾ കാരണം തിരിച്ചെത്തുന്ന പ്രവാസികൾക്കായി പുതിയ സംരംഭക പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടി വരും. ഭരണവിരുദ്ധ വികാരം വരാതെ കാക്കുക എന്നതിനൊപ്പം താഴെത്തട്ടിലുള്ള കോൺഗ്രസ് UDF പ്രവർത്തകരെ സജീവമായി നിർത്തുക എന്നതും ഗ്രൂപ്പ് പോരുകൾക്കപ്പുറം പാർട്ടിയിൽ അച്ചടക്കം കൊണ്ടുവരിക എന്നതും അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ടെസ്റ്റായിരിക്കും. പിണറായി വിജയന്റെ ഭരണം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്തെന്നാൽ ജനാധിപത്യത്തെക്കാൾ ജനങ്ങളെക്കാൾ വലിയ ക്യാപ്റ്റന്മാർ ആരുമില്ല എന്നതാണ്. ജനങ്ങളിൽ നിന്നകന്ന സുരക്ഷാ വലയങ്ങളും ചോദ്യങ്ങളോടുള്ള മൗനവുമാണ് പിണറായിക്ക് തിരിച്ചടിയായതെങ്കിൽ സതീശന് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല. ഒരു തുറന്ന പുസ്തകം പോലെ സുതാര്യമായ ഭരണവും വിമർശനങ്ങളെ സ്വീകരിക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ വി.ഡി. സതീശന് ജനവികാരം എന്നും തനിക്കൊപ്പമായി നിലനിർത്താൻ കഴിയും. ഇതെല്ലാം കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. ഏതായാലും നിങ്ങൾ ഈ സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ജനോപകാര പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ടൈം മീഡിയയുടെ എല്ലാ അഭിവാദ്യങ്ങളും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.